പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ അച്ഛൻ പറഞ്ഞതുപോലെ കുണ്ടുകാടിൻ്റെ കാര്യം മറന്നേക്കരുത് കേട്ടോ. ഇന്നൊരു ജപമാലയൊക്കെ ചൊല്ലി കുണ്ടുകാട് ഇടവകയിൽ ഇന്ന് ആരംഭിക്കുന്ന വാർഷിക ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 2:4 അവിടെ വചനം പറയാണ്, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പിള്ളേരോട് സംസാരിച്ചപ്പോൾ യൂത്തന്മാർ പറഞ്ഞത് ഓർക്കണ്ട. എൻ്റെ അച്ചോ, യേശു കരുണാമയനാണോ? ഞാൻ പറഞ്ഞു അതെ. യേശു ദയാനിധിയാണോ? ഞാൻ പറഞ്ഞു അതെ. യേശു പാപങ്ങൾ ക്ഷമിക്കുന്നവനാണോ? ഞാൻ പറഞ്ഞു അതെ. യേശു ശിക്ഷിക്കുന്ന ദൈവമാണോ? ഞാൻ പറഞ്ഞു അല്ല. പിന്നെ ഞാൻ എന്തിനാ മാനസാന്തരപ്പെടുന്നത്? ഞാൻ മാനസാന്തരപ്പെടുന്നതിൻ്റെ കാര്യം എന്താ? കർത്താവ് എന്തായാലും ക്ഷമിക്കുന്ന ദൈവമല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ അവിടെ പോയിക്കോളാം. ഞാൻ പറഞ്ഞു, എടാ, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം കരുണാമയനാണ്, ദൈവം സ്നേഹസമ്പന്നനാണ്. അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല. എവിടം വരെ? മരണം വരെ. മരിച്ചു കഴിഞ്ഞാൽ, നീ കൃപയിലല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ വിധി നിശ്ചയിക്കുന്നത് നീ തന്നെയാണ്. അതാണ് സഹോദരങ്ങളെ വചനം പറയുന്നത്. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമായി കരുതുകയാണോ? ഇന്ന് അനേകരെ ദൈവരാജ്യ ശുശ്രൂഷകളെ അല്ലെങ്കിൽ പരിശുദ്ധ കൂദാശകളെ, ജപമാലകളെ അതൊന്നും മൂല്യമില്ലാത്ത കാര്യമായിട്ടാണ് കാണുന്നത്. അവരമൂല്യമായിട്ട് കാണുന്നത് ലോകത്തിൻ്റെ പദവികൾ, ലോകത്തിൻ്റെ ജോലി, ലോകത്തിൻ്റെ നേട്ടങ്ങൾ, അതിനൊക്കെയാണ് അമൂല്യമായിട്ട് കാണുന്നത്. വിലയുള്ളതിനെ വിലകെട്ടതായി കാണുന്ന ഒരു ജനതയുടെ ഇടയിലാണ് പ്രിയ ദൈവ പൈതലെ നീ ജീവിക്കുന്നതെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാളെ ബലി അർപ്പിക്കുമ്പോൾ ഇച്ചിരി നേരത്തെ പോയേക്കണം. ഞായറാഴ്ചയാണ് കേട്ടോ. നേരത്തെ പോയി നന്നായി ഹൃദയം നുറുങ്ങി. അത് ഷോർട്ട് മാസ് അല്ല നമ്മൾ അർപ്പിക്കേണ്ടത്. ഇച്ചിരി സമയം എടുത്തിട്ടുള്ള ആഘോഷമായ പാട്ട് കുർബാനയിൽ പങ്കെടുക്കണം. അതുപോലെ വികാരിച്ചൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വചനമൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വചനം പറയും. പക്ഷേ ഈ അച്ഛനെ കൊണ്ട്, ഈ വികാരിച്ചനെ കൊണ്ട് തോറ്റു, എന്തോരം പ്രസംഗം പറയണമെന്ന് പറയാൻ പാടില്ല. നമ്മൾ നോക്കൂ സഹോദരങ്ങളെ, ഈ വചനത്തോടുള്ള പ്രതിബദ്ധത കുറഞ്ഞ് എന്തായെന്നറിയാവോ? ഇന്ന് നമ്മൾ ദേവാലയത്തിൽ ചെലവഴിക്കേണ്ട സമയം ഇന്ന് ആശുപത്രിയിൽ ചെലവഴിക്കുന്നു, കേസും കൂട്ടായിട്ട് ചെലവഴിക്കുന്നു. കുടുംബത്തിൽ 5 മിനിറ്റ് സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ പറ്റുന്നുണ്ടോ? പള്ളിയിൽ സമാധാനപൂർവ്വം സമയം ചെലവഴിക്കാൻ പഠിക്കാത്തവന് അവന് ജീവിതത്തിൻ്റെ ഏത് തുറയിലും മനഃശാന്തിയോടെ സമയം ചെലവഴിക്കാൻ പറ്റില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവമേ, ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേ, നിൻ്റെ വലിയ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അപ്പാ, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് വന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വലിയ ആർദ്രതയോടെ കർത്താവിൻ്റെ കരുണ സ്വീകരിക്കുവാൻ, ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എന്നേക്കും. ആമേൻ.